ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറിയിൽ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്, നല്ലപോലെ മനസ്സിലാക്കി പോവുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 25 ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 20 മാർക്കെങ്കിലും സ്കോർ ചെയ്യാം. എക്സാമിന് ജയിക്കാൻ ഏകദേശം നല്ലൊരു കോൺട്രിബ്യൂഷൻ 2 മാർക്കിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് റിപ്പീറ്റഡ് ആണ്, പല ക്വസ്റ്റ്യൻസും നോക്കാം. ഇൻകം ഫ്രം സാലറി ആണ്. ഗിവ് എനി 2 അലവൻസ് വിച്ച് ആർ ഫുള്ളി എക്സംപ്റ്റ് ആയിട്ടുള്ള 2 അലവൻസാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഫോറിൻ അലവൻസ്, നമ്മൾ അംബാസഡർമാർക്കൊക്കെ കൊടുക്കുന്ന ഫോറിൻ അലവൻസ് ഫുള്ളി എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിന് കൊടുക്കുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിന് കൊടുക്കുന്ന ചില അലവൻസസ് ഉണ്ട്, അതിൽപ്പെട്ടാണ് സംച്വറി അലവൻസ് എന്നൊക്കെ പറയുന്നത്, അതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് എക്സംഷൻ ഓഫ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആൻഡ് ഹോസ്റ്റൽ അലവൻസിനെ പറ്റിയുള്ള കാര്യമാണ് പറയുന്നത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, മാക്സിമം 2 കുട്ടികൾക്കാണ് ഈ എക്സംഷൻ കിട്ടുക. അത് തന്നെ ഒരു കുട്ടിക്ക് 100 രൂപ ഒരു മാസം 100 രൂപ വെച്ചിട്ടേ കിട്ടുള്ളൂ. മാക്സിമം 2 കുട്ടികൾക്ക് കിട്ടുള്ളൂ. എക്സംഷനാണ് പറയുന്നത്, വാല്യൂ അല്ല. ഓക്കെ, അപ്പോൾ 1000 രൂപ ഒരു മാസം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 900 ബാക്കി ടാക്സബിളാണ് ഒരു കുട്ടീൻ്റെ കേസിൽ. 2 കുട്ടിക്കാണ് 1000 കിട്ടുന്നതെങ്കിൽ ബാക്കി 800 എന്താണ് ഓരോ മാസം ടാക്സബിളാണ്. എഡ്യൂക്കേഷൻ്റെ കാര്യം, പിന്നെ ഹോസ്റ്റൽ അലവൻസിൻ്റെ കാര്യം ഇതേ പറഞ്ഞ പോലെ തന്നെ 300 രൂപയാണ്. ഒരു 2 കുട്ടികളെ മാക്സിമം ഹോസ്റ്റൽ അലവൻസ് കിട്ടുള്ളൂ, എന്നാൽ അതൊരു കുട്ടിക്ക് 300 രൂപ പെർ മന്ത് വെച്ച് കിട്ടും. പിന്നെ HR എങ്ങനെയാണ് ടാക്സ് ചെയ്യാന്ന്, HRൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HR എക്സംഷൻ പാർഷ്യലി ആണ് എക്സംഷൻ. നമ്മൾ 3 കണ്ടീഷൻസ് പറയും, അതിൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ടാണ് എന്ത് ചെയ്യുക, ഡിഡക്ഷൻ കിട്ടുക. ഒന്ന് ആക്ച്വൽ HR റിസീവ്ഡ്, രണ്ടാമത്തെ റെൻറ്റ് പെയ്ഡ് -10% ഓഫ് സാലറിയാണ്. ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക് ഉണ്ട്, ഡിയർനെസ് അലവൻസ് തന്നെ, അതിനെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ DA. ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ DA നമ്മൾ DP എന്നും കൂടി വിളിക്കാറുണ്ട്, ഡിയർനെസ് പേ. പിന്നെ ടേൺ ഓവർ ബേസ്ഡ് കമ്മീഷൻ ഉണ്ട്. അതുപോലെ തന്നെ 50% ഓഫ് സാലറി അല്ലെങ്കിൽ 40% ഓഫ് സാലറി. ഈ നമ്മൾ പറയപ്പെടുന്ന മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ഈ 4 നഗരങ്ങളാണെന്നുണ്ടെങ്കിൽ അത് 50% ഓഫ് സാലറിയാണ്. ഇത് ഓർത്ത് വെക്കാനൊന്നുമില്ല. ചെന്നൈ നമ്മുടെ അടുത്ത സംസ്ഥാനമാണ്, അതിൻ്റെ കൂടെ DMK എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടീനെ ഓർത്താൽ മതി, ഇപ്പോൾ ഭരിക്കുന്നവരല്ലേ. ഓക്കെ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത അങ്ങനെ പറയാൻ പറ്റും. പിന്നെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 4 അലവൻസ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണ്, ഹോസ്റ്റൽ മെയിൻറ്റെയിൻഡ് ബൈ എംപ്ലോയറുടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണ്. ഗവൺമെൻറ്റിലായാലും എംപ്ലോയറുടെ അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. പിന്നെ നമ്മുടെ വർക്കിംഗ് അവേഴ്സിൽ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ബിവറേജസ്, സ്നാക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. പിന്നെ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ ആവശ്യത്തിനൊക്കെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കൊടുക്കുകയാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. പിന്നെ പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ, പേഴ്സണൽ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ആക്സിഡൻറ്റ് പോളിസിയൊക്കെ, അതും ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ കമ്പനീൻ്റെ ഡയറക്ടർ ആണെങ്കിൽ അയാൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. പിന്നെ കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. അതായത് 20% അതിൽ കൂടുതൽ വോട്ടിംഗ് റേറ്റ് ഉള്ളൊരു എംപ്ലോയി ഉണ്ടെങ്കിൽ അയാൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. പിന്നെ നമ്മളെല്ലാവരും, അതായത് ആൻ എംപ്ലോയി ഹൂസ് മോണിറ്ററി സാലറി, അയാൾ പെർക്വിസിറ്റ് അല്ലാത്ത മോണിറ്ററി സാലറി മുഴുവൻ കൂട്ടുമ്പോൾ ഒരു വർഷം 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അയാൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. അപ്പം മാസത്തിൽ എത്രയുള്ളത്, 4,666 മേലെ പോയാൽ അയാൾ സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. ഇനി പ്രോഫിറ്റ് ഇൻ ലിeu സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, റെഗുലർ സാലറിക്ക് പുറമെ കിട്ടുന്ന ചില കോമ്പൻസേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എംപ്ലോയറിൻ്റെ അടുത്തുനിന്നും ഫോർമർ എംപ്ലോയറിൻ്റെ അടുത്തുനിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ അതെന്താണ്, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയാണ്. പിന്നെ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എംപ്ലോയി റിട്ടയർ ആകുന്ന സമയത്ത് അയാളുടെ പാസ്റ്റ് സർവീസസിൻ്റെ റെക്കഗ്നിഷൻ എന്നുള്ളവർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അതിൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് എങ്ങനെയാണ് ടാക്സബിൾ എന്ന് വെച്ചാൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പെൻഷൻ 2 രീതിയിലുണ്ട്. ഒന്ന് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ട്, മറ്റ് കമ്മ്യൂട്ടഡ് പെൻഷൻ ഉണ്ട്. മന്ത്ലി പെൻഷൻ കിട്ടുകയാണെങ്കിൽ അത് അൺകമ്മ്യൂട്ടഡ് പെൻഷനാണ്. നമ്മൾ പെൻഷൻ മുഴുവൻ ഒരു ലംസം എമൗണ്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്നാണ്. അത് മീൻസ് സറണ്ടറിങ് ദ റൈറ്റ് ടു റിസീവ് ഫ്യൂച്ചർ സ്ട്രീം ഓഫ് മന്ത്ലി പെൻഷൻ കിട്ടുന്നതിന് സറണ്ടർ ചെയ്യും ഇൻ എക്സ്ചേഞ്ച് ഫോർ എ സിംഗിൾ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റിന് പകരമായിട്ട്. അപ്പം ലംസമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു എമൗണ്ട് വാങ്ങണതിനാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി സാലറിയിൽ ഉള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്. സാലറിയിൽ
വരാവുന്ന ഗ്രോസ് ടോട്ടൽ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടും. ഗ്രോസ് സാലറിയിൽ നിന്നാണ് ആ ഡിഡക്ഷൻ കിട്ടുക. എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അതായത് ഇത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ ഈ ഡിഡക്ഷൻ. അത് നമ്മൾ പറയാൻ പോകുന്ന 3 എമൗണ്ടുകളുണ്ട്. ആ 3 എമൗണ്ടിൽ ഏറ്റവും കുറവാണ് എക്സംഷൻ കിട്ടുക. ഒന്ന് ₹5,000 ആണ്, രണ്ടാമത്തെ 20% ഓഫ് ബേസിക് സാലറിയാണ്, മൂന്നാമത്തെ ആക്ച്വൽ അലവൻസ് റിസീവ്ഡ് ആണ്. ഇനി ലാസ്റ്റ് പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഫഷണൽ ടാക്സ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. 6 ക്വസ്റ്റ്യനായി. ഇതാണ് നമുക്ക് ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഇത്രയും കാര്യങ്ങളുള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലേ ബാക്ക് ഓപ്ഷൻ എടുത്തിട്ടൊക്കെ കണ്ടാൽ മതി കേട്ടോ. എന്തൊക്കെ തന്നെ ആയാലും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. 6 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു 4 എക്സാമിന് 6 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊരു എക്സാമിൽ എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ വീഡിയോ ഞാൻ ഒന്നാമതിട്ടൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം, കൊടുക്കാം. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒന്നിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ. ലിനക്സ് നമ്മൾ വല്ലാതെ ആയിട്ടില്ല തുടങ്ങിയിട്ട്. ഞാൻ നിയാഫ് സാറൊക്കെയാണ് ഇതിൽ BComൻ്റെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ മറ്റ് ഇംഗ്ലീഷിൻ്റെതാണെന്നുണ്ടെങ്കിൽ അയ്യൂബ് സാറും കൈകാര്യം ചെയ്യുന്നുണ്ട്. ചെറിയൊരു പ്ലാറ്റ്ഫോം, ഒരുപാട് ചെറിയ കാലം കൊണ്ട് അത്യാവശ്യം പിന്നെ യൂട്യൂബിൽ വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. 1.5 മാസമേ ആയിട്ടുള്ളൂ ഇതിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് പ്രത്യേകം അതിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ.